പട്ടപ്പട്ടയെന്ന് ചാടി മറിഞ്ഞ് നിക്കണട്ടാ മക്കളെ. ഒയ്യോ ഗുളിക എടുക്കാൻ മറന്നു, എനിക്ക് പനിയുണ്ട്. ഹലോ പ്രിയപ്പെട്ടവരെ, പനിച്ച് തുള്ളി നിൽക്കുന്ന സമയത്താണ് ഒറ്റ ദിവസം 3 ഇവൻറ്റ്സ് എടുത്തത്. രാവിലെ ചാവക്കാട് 10 മണി മുതൽ 11:15 വരെ ഉദ്ഘാടനം പ്ലസ് നാട്ടുകാർക്കുള്ള ഒരു സെഷൻ. ആരത്? അയ്യോ തന്നെ ക്ഷീണിട്ട് വരാറുണ്ട്. നമുക്ക് അറിയാം അല്ലേ, കുറേ ആളുകളൊക്കെ ഉണ്ടോ? കുറച്ചധികം സമയം കൊടുക്കണ്ടേ? സാറേ ഗുഡ് മോർണിംഗ്. ഓക്സ്ഫോർഡ് അക്കാഡമി അത് കിടിലം പരിപാടിയായിരുന്നു. നല്ല മഴ. ഞങ്ങൾ രാവിലെ 8 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടു. അവിടെ എത്തി, എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കിടിലം പരിപാടിയായിരുന്നു കേട്ടോ. Oxford Academy operates now with 2 strong centers in Chavkard. One center, the heart of Chavkard, and this new placement and training center. The new chapter is specially organized and focused on skill development, career training, guidance, placement. സാറിന്റെ മോളുടെ ഇംഗ്ലീഷ് കേട്ടിട്ട് സാറിന് ഞെട്ടി. മോളെ മിടുക്കിട്ട് അവളെവിടെ തകർത്തു കിടുക്കി. ബ്യൂട്ടിഫുൾ. സാറ് ചെയ്ത നന്മയാണ് കേട്ടോ. അതൊക്കെ ഈ മനുഷ്യൻ ചെയ്തതാണ്. ഈ മനുഷ്യൻ ചെയ്ത നന്മയാണ്. നന്മ മാത്രമേ ഇയാൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറെ പറമ്പ് വിട്ടിട്ടുണ്ട്. അടിപൊളി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ക്യൂട്ടായിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഇങ്ങനെ പ്രോഗ്രാം നിങ്ങൾ അറേഞ്ച് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ആ സംഘാടനത്തിൻ്റെ ഒക്കെ ഒരു കരുത്തുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. അത് അടിപൊളിയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇറങ്ങി വരുമ്പോൾ ബൊക്കെ അത് ഇതൊക്കെ എൻ്റെ കല്യാണത്തിനാണ് എനിക്ക് ആ ഓർമ്മയുള്ളത്. നമ്മളതിൽ കൊണ്ടുണ്ട്. ആ ക്യാമറമാനെ മഴത്തു. അപ്പോൾ എല്ലാവരുടെയും സമ്മതം. പല ചെസ് വർക്ക് ചെയ്യുമ്പോൾ കളിക്കാനുള്ള ഒരു പരിപാടി. എൻ്റെ ഒരു ഓഫീസാണോ? ഞാനെന്നാ ഫോട്ടോ എടുത്തിട്ട് തന്നെ ഇറങ്ങാം, പിന്നെ വിശദമായിട്ട് കാണാം. നമുക്കിറങ്ങാം. വേഗം എടുത്തു. ഇതെനിക്കാ? കാശിട്ട് ഇരിക്കല്ലേ, ഇതൊക്കെ അവർക്കുള്ളതാ. ഇപ്പോഴാണ് നമ്മുടെ ഒപ്പമുള്ളവരുടെ മുഖത്ത് ചിരി വന്നത്. ഇനിയുണ്ടോ? അത് കാറിലേറ്റിക്കോളൂ. ഈ സാധനം എനിക്ക് കിട്ടാൻ പോണില്ല. ഒക്കെ ഈ പിള്ളേരടിക്കും. ഓക്കെ, പോകോട്ടെ. താങ്ക് യു എല്ലാവരോടും. നീ അടിപൊളിയായിട്ടാ, മുത്താണ് നീ. നൈസ്. എല്ലായിടത്തും എത്തും. ഒരു പേടിയില്ല, ഒരു ചമ്മലില്ല, നാണം മാനം ഒന്നുമില്ല. എടാ എൻ്റെ ദേഹത്തൊന്നും തട്ടു. അങ്ങനെ ഇറങ്ങാൻ പറ്റുമോ? എന്നാ പോയിട്ട് വരെ. ഓക്കെ, മാത്രമേ ഉള്ളൂ. താങ്ക് യു. നീ ആള് പൊളി കേട്ടോ. ഓൾ റൈറ്റ്. നന്നായിരുന്നു നമ്മുടെ കൂട്ടുകാരൻ്റെ പരിപാടി. നിങ്ങൾ പറയ്. ആ കുറഞ്ഞ സമയത്തിൽ അത് കഴിഞ്ഞ ഉടനെ വണ്ടി എടുത്ത് പറന്നു. എവിടേക്ക്? പാടൂര്. നേരെ മുസ്തഫയുടെ അടുത്ത്. നമ്മൾ കറക്റ്റ് 12 മണിക്ക് മൈക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. 1:15 ഇറങ്ങണം. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുസ്തഫയുടെ ബ്രോഡ്വേ ഇൻ്റർനാഷണൽ ടീച്ചേഴ്സ് ട്രെയിനിങ്. 2000-ഓളം കുട്ടികൾ ഓൺലൈനായിട്ട് പഠിക്കുന്ന കിടലൻ സ്ഥാപനമാണ്. ഒരുങ്ങില്ല അത് പറയരുത്. ഒരുങ്ങി അത് ടീച്ചേഴ്സ് പൊളി എന്ന് പറഞ്ഞാൽ പൊളി കിടു തകർത്തു, അടിച്ചു പൊളിച്ചു. അവിടെ നമ്മൾ മഴയൊക്കെ മാറിയിരുന്നു, ചൂടായി മാറി. എല്ലാവർക്കും എഡ്യൂക്കേഷൻ ആക്സസിബിൾ അല്ല. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി അത് കിട്ടാതെ നിൽക്കുന്നുണ്ട്. സോ യു ക്യാൻ എക്സ്റ്റെൻഡ് ദാറ്റ്. നമുക്കത് റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ക്വൈറ്റ് ഡിഫറെന്റ്, റൈറ്റ്? അപ്പൊ അങ്ങനെയാണ് ഞാനിതിലൊരു കുറേ പ്രത്യേകിച്ചും പിന്നെ സ്കൂളിൽ പോകാൻ പറ്റാതിരുന്ന കുറേ ആളുകളും. ഞാൻ ആദ്യം ഈ കോൺസെപ്റ്റ് എന്താണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത് ഇത്രയും ബ്രോഡാണെന്നും ഇത്രയും വലുതാണെന്നും ഇത്രയും സിഗ്നിഫിക്കൻ്റ് ആണോ ഇതിൽ വന്നപ്പോഴാണ് അവരോട് സംസാരിച്ചപ്പോഴൊക്കെയാണ് അറിഞ്ഞത്.
വലിയ ഉയരങ്ങളിലെത്തട്ടെ, ഗ്ലോബലി പ്രസന്റ്. ഗ്ലോബൽ ഞാൻ ഏതാണ്ട് 4 വർഷമായി ടീച്ചേഴ്സ്. ഇതവിടെ ഒരു സെൽഫി വീഡിയോ എടുക്കട്ടെ. 4 വർഷത്തിന് മേലെ ഞാൻ ടീച്ചേഴ്സിനെ അഡ്രസ്സ് ചെയ്ത് ഞാൻ ടീച്ചേഴ്സിന് അങ്ങനെ പോകാറില്ല. കോർപ്പറേറ്റ് ട്രെയിനിങ്ങൾ ഒക്കെ അതാ ബാക്കിൽ ഞാനടാ ഒക്കെ പോവാറ്. അങ്ങനെ മുസ്തഫ പറഞ്ഞു, എൻ്റെ സുഹൃത്ത് ബ്രോഡ്വേയുടെ മുസ്തഫ പറഞ്ഞു എന്തായാലും വരണം, ഒന്ന് അവരോട് എന്തെങ്കിലും സംസാരിച്ച് അങ്ങനെ സംസാരിക്കാൻ വന്നു. എൻ്റെ പൊന്ന്, എന്താ പിള്ളേരൊന്നും ഒന്നുമല്ല, ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് One of our teachers, Sajra ma'am, she went on drawing Abhishek. പിശാശ്. Let me call upon Sajra ma'am, please. അങ്ങോട്ട് വരിക, അവിടെ ഇത് പൊളിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അടിപൊളി. താങ്ക് യു. ബൈ. അവിടുന്ന് പ്രോഗ്രാം കഴിയുന്നു, വണ്ടി എടുത്ത് പറക്കുന്നു തൃശ്ശൂരിലേക്ക്. ഇതൊരു ടൈമിങ്ങനെ നീങ്ങുമോ? 3:30 ആവും. ഈവനിങ് ആവും തോറും കുറച്ച് പ്രശ്നം ഉണ്ടാവും. 5 വരെയാണ് ഫുൾ അറ്റൻഷൻ ആളെ കിട്ടുക. ഫാസ്റ്റ് 45 minutes ഔട്ട് മോട്ടിവേഷൻ. നെക്സ്റ്റ് 45 minutes ആക്ടിവിറ്റീസ് ഉള്ളത് എനർജൈസ് ചെയ്തിട്ട് പീക്ക് സ്റ്റേറ്റ് സെർട്ടനിറ്റി മാസീവ് ആക്ഷനിൽ അവരോട് പറയിപ്പിക്കണം. നെക്സ്റ്റ് 10-ാം തീയതി ലോഗിൻ ചെയ്യണം. ആംസ്റ്റർഡാമിലേക്ക് പിന്നെ ദോഹയിലേക്കുള്ള ചെയ്യാനുള്ള കത്തിക്കണം. ഓക്കെ, വെൽക്കം എന്ന് പറയുന്ന സമയത്ത് നമ്മളുണ്ടത് അവിടെ തന്നെ അനൗൺസ് ചെയ്തു. നിങ്ങൾ പോവാണോ? തൃശ്ശൂർ 2:30 മുതൽ 5:30 വരെ നമ്മുടെ 500ഓളം SBI ലൈഫിൻ്റെ LMs ലൈഫ് മിത്രാസ് ഏജൻസിന് വേണ്ടിയിട്ടുള്ള അത് ഹൈ എനർജി ഹൈ വോൾട്ടേജ് ടീം പകർത്തു. എനിക്കറിഞ്ഞൂടെ ഈ ലൈഫ് മിത്ര എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടെ. ഞാൻ അവിടെ നിന്ന് കയറാൻ പറ്റ പാട്, ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു സ്ത്രീ ഇങ്ങോട്ട് വന്നേ വലിച്ചണ്ട് ഒരു കോർണറിൽ കൊണ്ടുപോയിട്ടേ ആരോടും പറയണ്ട ഒരു സെൽഫി എന്നിട്ട് എന്നോട് ഇന്ന് പൊക്കോ തട്ടി. ഞാൻ അവരോട് ചോദിച്ചു ഇതുപോലെ തന്നെയാണോ കസ്റ്റമർ, അല്ലാണ്ട് പിന്നെ അപ്പോഴേ കണ്ടീഷൻ ഇപ്പൊ ഇവിടെ അതല്ല, അതിന് മുമ്പ് വേറെ, ഇവിടെ അത് വേറെ. അതൊക്കെ കുഴപ്പമില്ല, മനുഷ്യന്മാർ അങ്ങനെയൊക്കെ തന്നെയാണ്, സ്നേഹം കാണിക്കുക, അത്രയല്ലേ ഉള്ളൂ. ക്ലാപ്പിടെ പൊളിക്കുന്നതിൻ്റെ ക്ലാപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങൾ മറന്നുപോയി. 1 കുട മറന്നു, 2 പനിയുടെ ഗുളിക എടുക്കാൻ മറന്നു. അതാണ് ഓരോ ഇവൻറ്റിന് മുമ്പ് ഗുളിക കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ടൊക്കെ പോയതാണ്. പക്ഷെ അത് മറന്നു, വാങ്ങിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞങ്ങൾ 4 പേരും, ഞാനും സായന്തും നിതയും ക്രിസ്ത്യനും കൂടി അയ്യോ ഒന്നും പറയണ്ട, പോകുന്ന ഫുഡൊക്കെ പാഴ്സൽ ചെയ്തിട്ടാണ് പോയത്. ഒരു മിനിറ്റ് നമുക്ക് വേസ്റ്റ് ആക്കാനില്ലല്ലോ. ഉച്ചയ്ക്കൊന്നും മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ലാസ്റ്റ് അവിടെ എത്തിയിട്ട് കിട്ടി ഫുഡ്. തിരിച്ചു വരുമ്പോൾ ഫുഡ് അടിച്ച് മരിച്ചു. നമ്മുടെ തോംസൺ കാസേന്ന് ചെമ്മീൻ്റെ വട ഏതോ ആ സാധനമൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ നാട്ടിൽ പോയിട്ട് കൊള്ളിയും ബോട്ടിയും കഴിച്ചു. ചില ഇത് തറാവല്ലോ. അപ്പോഴേ പിന്നെ നേരെ പോയിട്ട് അടിപൊളി മദീന എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ. അല്ലെങ്കിൽ അയ്യോ ആ ഹോട്ടലിൻ്റെ പേര് വരില്ല. നല്ല പൊറോട്ടയും ബീഫ് കിട്ടും, പൊറോട്ടയും ബീഫും. ഓക്കെ, 3 പരിപാടിയും പൊളിച്ചില്ലേ, പൊളിച്ചടക്കില്ലേ. ഏതാ ഏറ്റവും നന്നായി? ലാസ്റ്റത്തെ. അപ്പോൾ നമ്മൾ മൂടായി. അങ്ങനല്ലേ, രാവിലത്തെ ഉദ്ഘാടനം, രാവിലത്തെ ആ സ്പീച്ച് ഞാനും വിചാരിച്ചില്ലടാ ഇത്രയും റിതം കിട്ടുന്നു. ഇന്ന് 3 അല്ലേ. ഒന്ന് കുറച്ചൊരു ഓപ്പൺ ക്രൗഡും പിന്നെ ഹാപ്പി ഇനോഗ്രേഷൻ
പ്രത്യേകിച്ചൊന്നും ഫോക്കസ് ചെയ്യണ്ടാത്ത ആ അടിപൊളി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു വൈബായിരുന്നു. എന്തായാലും മാഷാഅല്ലാ വളരെ 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 ബിഗ് 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 താങ്ക്സ്. ഓക്കെ അല്ല ഇപ്പൊ ഇത് താമരക്കുരുവിക്ക് തട്ടമിട് തങ്കക്കിനാവിന് കമ്മലിട് ബാക്കി താമരക്കുരുവിക്ക് തട്ടടാത്ത എല്ലാ അന്താക്ഷരിയിലും ഉണ്ടാവും അല്ലേ? താമരക്കുരുവിക്ക് തട്ടമിട് ഇടാത്ത ഒരു അന്താക്ഷരി ഇന്ത്യയിൽ നടന്നിട്ടില്ല. അത് ശരിയാവില്ലേ? ഇവന് പാട്ടുപാടി പൈസ കിട്ടും, ഇതിന് പൈസ അല്ല. കുണ്ടിലല്ല ചുണ്ടിൽ.